മോർണിംഗ് വൈബ് എന്നെ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് റേച്ചൽ. ഹലോ കൂട്ടുകാരെ, നമ്മളോട് ആരെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ആഴമുള്ള സമുദ്രം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് മറുപടി പറയും പസഫിക് സമുദ്രമെന്ന്, അല്ലേ? പസഫിക് സമുദ്രത്തിന്റെ മെരിയാന ട്രെഞ്ചിന് ഏതാണ്ട് 11 കിലോമീറ്റർ ആഴമുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിലൊക്കെ എത്രയോ ഇരട്ടി ആഴമുള്ള ഒരു മഹാപ്രതിഭാസമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതെന്താണെന്നറിയാമോ? അതാണ് നമ്മുടെ മനസ്സ്. മൈൻഡ് ഈസ് ഡീപ്പർ ദാൻ പസഫിക് ഓഷ്യൻ. മനസ്സ് പസഫിക് സമുദ്രത്തെക്കാൾ ആഴമുള്ളതാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാണ് നാം ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് ഇനിയും വരും നിമിഷങ്ങളിൽ അതേക്കുറിച്ചൊന്ന് ചിന്തിക്കാം. മനസ്സിനെ സമുദ്രവുമായി ഉപമിക്കുന്നതിനായി 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഐസ്ബർഗ് തിയറി. ഉപബോധ മനസ്സും ബോധ മനസ്സും. സമുദ്രത്തിന്റെ ഉപരിതലം, അവിടെയാണ് ഐസ്ബർഗിന്റെ ഒരു ചെറിയ ഭാഗം, കടലിന്റെ മുകൾ ഭാഗം. അതുപോലെയാണ് നമ്മുടെ ബോധ മനസ്സ്. ആ ബോധ മനസ്സുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ബോധ മനസ്സുകൊണ്ടാണ്, അല്ലേ? എന്നാൽ കടലിന്റെ അടിഭാഗം എന്തെല്ലാം കാര്യങ്ങളാണ് അതിലുള്ളതെന്ന് നമുക്കറിയില്ല. അതുപോലെയാണ് നമ്മുടെ ഉപബോധ മനസ്സ്. നമ്മുടെ വിശ്വാസങ്ങള്, നമ്മുടെ അനേക വിഷമങ്ങള്, നമ്മുടെ ആർക്കും അറിയാത്ത വലിയ വലിയ ഓർമ്മകള്, ഇതൊക്കെ കുമിഞ്ഞു കൂടിക്കിടക്കുകയാണ്. അതാണ് ഉപബോധ മനസ്സ്, കടലിലെ അടിയിലുള്ള അവസ്ഥ. രണ്ടാമതായി, മനസ്സിന്റെ ഇൻഫിനിറ്റി ഓഫ് തോട്ട്, ചിന്തയുടെ അനന്തത. മനുഷ്യ മനസ്സ് ചിന്തിക്കുമ്പോഴാണ്, ചെറിയ ആശയത്തിൽ നിന്നാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്, അല്ലേ? മനുഷ്യ മനസ്സുകളുടെ ചിന്തകളും വികാരങ്ങളും സൃഷ്ടിപരമായ കഴിവുകളും ഒന്നും നമുക്ക് അളക്കാൻ കഴിയുകയില്ല. ഒരാളുടെ ചെറിയ ആശയത്തിൽ നിന്നാണ് വലിയ നേട്ടങ്ങൾ ലോകത്തിനുണ്ടാകുന്നത്. ഉദാഹരണമായി തോമസ് എഡിസൺ ഇരുട്ടിൽ നിന്ന് എങ്ങനെ പ്രകാശം കണ്ടെത്താമെന്ന് ചിന്തിച്ചു. ആ ചെറിയ ചിന്തയിൽ നിന്നാണ് ബൾബ് കണ്ടുപിടിച്ചത്. അത് ലോകത്തിന് കൊടുത്ത വലിയ നേട്ടമായിരുന്നു, അല്ലേ? അതുപോലെ ട്രിം ബെർണാഡ് ലീം ബ്രിട്ടീഷിലെ ഒരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് WWയുടെ ഉപജ്ഞാത. അങ്ങനെ വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത് കൊണ്ട് നമ്മൾ ഇന്ന് യൂട്യൂബിൽ കൂടി കാണുന്നു, ആശയങ്ങൾ പങ്കുവെക്കുന്നു, അതേ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നു, ഗൂഗിൾ മീറ്റ് നടത്തുന്നു, സൂം മീറ്റ് നടത്തുന്നു, വീഡിയോ കോൺഫറൻസ് നടത്തുന്നു. ഇതൊക്കെ അറിയാമല്ലോ. ഒരാളുടെ മനസ്സിലുണ്ടായ ചെറിയ ആശയത്തിൽ നിന്ന് വലിയ നേട്ടങ്ങളാണ് ലോകത്തിന് കാഴ്ചവെച്ചത്. മൂന്നാമതായി, സ്ട്രോം വിത്തിൻ, മനസ്സിന്റെ വന്യത. കടലിലോട്ട് നോക്കുമ്പോൾ ശാന്തമായിരിക്കുന്ന കടൽ കാണാൻ എത്ര മനോഹരമാണ്, അല്ലേ? അതുപോലെയാണ് നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ എത്ര നല്ലതാണ്. പക്ഷേ കടലിൽ സുനാമി വരും, കൊടുങ്കാറ്റ് വരും. ആ സമയത്ത് കടലിൽ അശാന്തി, കടലിൽ മാത്രമല്ല കടലിന്റെ അടുത്തുള്ളവർക്കും മറ്റുള്ളവർക്കും ഒക്കെ അശാന്തി പടരും. അതുപോലെയാണ് മനുഷ്യ മനസ്സിൽ വലിയ ദേഷ്യം, ഡിപ്രഷനൊക്കെ വരുമ്പോൾ അവർക്ക് മാത്രമല്ല അശാന്തി, മറ്റുള്ളവരെ കൂടി അശാന്തി പരത്തും. ചുരുക്കി പറഞ്ഞാൽ മനസ്സെന്ന പ്രതിഭാസം, അതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യം. ആ മനസ്സിന്റെ ചിന്തകളെയും സൃഷ്ടിപരമായ കഴിവുകളെയും അളക്കുവാൻ ഒരു സാങ്കേതിക വിദ്യയ്ക്കും കഴിയില്ല. ആ വലിയ പ്രപഞ്ച രഹസ്യം ആ മനസ്സിലൂടെ വിജയത്തിന്റെ
ചിന്തകളുമായി മുന്നോട്ട് പോയാൽ വിജയം നമ്മൾക്ക് ഈ ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയും. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ കുറിച്ചുള്ള ചിന്തകൾ എന്താണെന്ന് നിങ്ങൾ ഈ കമന്റിൽ എഴുതുക. ഇങ്ങനെയുള്ള വീഡിയോകൾക്കായി മൈൻഡ് വൈബ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.